കാർഷിക സർവകലാശാലയിൽ പിൻവാതിൽ നിയമനം നടത്തുന്നു എന്നാരോപിച്ച് യുവമോർച്ച മാർച്ച് നടത്തി. കാർഷിക സർവകലാശാലയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. യുവമോർച്ച തൃശൂർ ജില്ലാ പ്രസിഡന്റ് സബീഷ് മരുതിയൂർ അധ്യക്ഷനായ പരിപാടി യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് EP നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റുമായ ശ്രീ സബീഷ്, ഈ മാർച്ചിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന യുവമോർച്ചയുടെ പാലക്കാട് ജില്ലാ അധ്യക്ഷൻ ശ്രീ പ്രശാന്ത് ശിവൻ, മാർച്ചിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ നിയോജക മണ്ഡലം അധ്യക്ഷൻ സുനീഷ്, യുവമോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ബാബു, ശ്രീ രഞ്ജിത്ത് കണ്ണായി, ശ്യാംജി, അനുമോദ്, മറ്റ് സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട മാധ്യമ യുവമോർച്ച ഇന്ന് കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളിലേക്കും ഇത്തരത്തിലുള്ളൊരു മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുക. ഈ മാർച്ചിന്റെ ആവശ്യം ഇവിടെ സൂചിപ്പിച്ചു. കഴിഞ്ഞ 2-3 മാസക്കാലമായി കേരളത്തിലെ മുഴുവൻ സർവകലാശാല കേന്ദ്രീകരിച്ചുകൊണ്ട് ആ സർവകലാശാലയിൽ താൽക്കാലിക നിയമനം നടത്തിയിട്ടുള്ള ആളുകളെ മുഴുവൻ സ്ഥിരപ്പെടുത്താനുള്ള ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നീക്കത്തിനെതിരെയാണ് യുവമോർച്ച ഈ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നത്. കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് എല്ലാ പത്രദൃശ്യ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു ഇത്തരത്തിലൊരു നീക്കമുണ്ട്. പ്രതിഷേധവുമായി യുവമോർച്ചയും രംഗത്ത് വന്നിരുന്നു. അത് പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈ താൽക്കാലിക നിയമനങ്ങൾ ഇത്തരത്തിലുള്ള സർക്കാർ സംവിധാനത്തിൽ എങ്ങനെയാണ് നടത്തുക. താൽക്കാലിക നിയമനങ്ങൾ നടത്തുന്നതിന് സർക്കാരിന്റെ തന്നെ ഒരു ഏജൻസിയുണ്ട്. ഇവിടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്ന് പേരിട്ടുകൊണ്ട് ഒരു സംവിധാനമില്ലേ സർക്കാരിന്? നാളെ ഇതുവരെ ഒരു നിയമനം പോലും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടത്താത്ത സർക്കാരാണ് ഇന്ന് എന്നെയും നിങ്ങളെയും ഇവിടെ ഭരിക്കുന്നത്. അത് മാത്രമല്ല, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഒന്നല്ല, ഇവിടെ ചുവന്ന കൊടിയും വെള്ളക്കൊടിയും പിടിച്ചു എന്ന മാനദണ്ഡം ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിന്റെ ശിൽബന്ധികളായിക്കൊണ്ട് ഇടതുപക്ഷ സഹയാത്രികരായ ആളുകള്, ഡിവൈഎഫ്ഐക്കാര്, CPIM-ന്റെ പ്രവർത്തകര്, ഇവരെ മുഴുവൻ ഇവിടെ താൽക്കാലിക നിയമനം നടത്തി. ആ നിയമനം നടത്തിയ ആളുകളെയാണ് ഇവിടെ സ്ഥിരപ്പെടുത്താൻ പോകുന്നത്. അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോ മുഴുവൻ വകുപ്പ് മേധാവികളും സർക്കാരിനോട് പറഞ്ഞു 10 വർഷം കഴിഞ്ഞ ആളുകളെ നിയമിച്ചാൽ പോരെ അങ്ങനെയാണ്. ഉടനടി സർക്കാർ തിട്ടൂരം കൽപ്പിച്ചു. മിനിമം 3 വർഷം അതേ ഉള്ളൂ. 3 വർഷം എന്ന് പറയുമ്പോ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്ന് നിയമിച്ച മുഴുവൻ കുട്ടി സഖാക്കളെ നിയമിക്കാനാണ്, സ്ഥിരപ്പെടുത്താനാണ് സർക്കാരിന്റെ നീക്കം. നമ്മൾ പറയേണ്ടേ, ഇവിടെ ഏതാണ്ട് 39 ലക്ഷത്തിലധികം വരുന്ന ചെറുപ്പക്കാരെ ഇവിടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് കാത്തു നിൽക്കുകയാണ്. താൽക്കാലികമായെങ്കിൽ കൂടി ഒരു സർക്കാർ ജോലി കിട്ടട്ടെ എന്ന് കരുതി അവരെ മുഴുവൻ, അവരുടെ സ്വപ്നങ്ങളെ മുഴുവൻ ചവിട്ടുമെത്തിച്ചുകൊണ്ടാണ് ഈ സർക്കാരിന്റെ മുന്നോട്ട് പോക്ക്. ഇവിടെ പ്രതികരിക്കാൻ ആരാളുള്ളത്? ഇവിടെ പ്രതികരിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കന്മാര്, ഇവിടെ ഷാഫി പറമ്പിലിന്റെ പാർട്ടി, യൂത്ത് കോൺഗ്രസ് എവിടെ? പ്രതിപക്ഷ പാർട്ടിയല്ലേ അവര്? പ്രതികരിക്കില്ല. കാരണം എന്താ? ഇവരുടെ ഒരു പ്രതീക്ഷയുണ്ട്. ഈ 5 വർഷം ഞങ്ങള് കക്കും, അടുത്ത 5 വർഷം നിങ്ങള് കക്കും, ഈ 5 വർഷം ഞങ്ങൾ നിയമിക്കും, ഞങ്ങൾ അവരെ സ്ഥിരപ്പെടുത്തും, അടുത്ത 5 വർഷം യൂത്ത് കോൺഗ്രസിന്റെയും ആളുകളെ സ്ഥിരപ്പെടുത്താമെന്ന്. അങ്ങനെ ഈ 5 വർഷം കൂടുമ്പോ ഈ ഇടത് വലത് മുന്നണികൾ നടത്തുന്ന യുവജന വഞ്ചന ഇനിയും ഈ കേരളത്തിൽ വച്ചുപുറപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇവിടുത്തെ യുവജന സമൂഹം തെരുവീതികളിലാണ്. ഈ തെരുവീതിയിലുള്ള യുവജന സമൂഹത്തെ കണ്ടില്ല എന്ന് നടിക്കാനാണ് സർക്കാരിന്റെ ഭാവം. ഇവിടെ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചുകൊണ്ടാണ് പറഞ്ഞത് 5 ലക്ഷം തൊഴിലെന്ന്. 5 ലക്ഷം തൊഴിലൊന്നും വേണ്ട, 50,000 പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കണോ പിണറായി എന്നാണ് യുവമോർച്ചയ്ക്ക് ആവശ്യപ്പെടാനുള്ളത്. 50,000 പേർക്ക് പോലും ജോലി കൊടുക്കാൻ നിങ്ങൾ തയ്യാറല്ല. ഇവിടെ ആദ്യത്തെ നിങ്ങളുടെ സർക്കാരിലെ ആദ്യത്തെ മന്ത്രി എങ്ങനെയാണോ പിണറായി, എങ്ങനെയാണോ സഖാക്കളെ രാജിവെച്ചത്? തന്റെ ബന്ധുക്കൾക്ക് നിയമനം നടത്തിക്കൊണ്ട്. ഇവിടെ EP ജയരാജൻ എന്ന് പറയുന്ന മന്ത്രി രാജിവെച്ചത് സ്വന്തം ബന്ധു നിയമനത്തിന്റെ പേരിലാണെങ്കിൽ
പാലക്കാട് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ബാബു വലിയ വീട്ടിൽ, രഞ്ജിത്ത് കണ്ണായി, ശ്രിംജി മാടത്തിങ്കൽ, അനുമോദ്, വിമൽചന്ദ്, പ്രനീഷ്, ശ്രീബിൻ എന്നിവർ സംസാരിച്ചു. കൂടുതൽ പ്രാദേശിക വാർത്തകൾക്ക് മണ്ണൂത്തി അപ്ഡേഷൻ സന്ദർശിക്കുക.